ഹലോ! എല്ലാർക്കും സുഖാണല്ലോ. അപ്പൊ ഇന്നിതാ എനിക്ക് രാവിലെ കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞുട്ടിയേട്ടൻ കൊണ്ടുവന്ന് തന്നതാണ്. കുഞ്ഞുട്ടിയേട്ടനെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കപ്പയാണ്. ഒരു തവണ ഇതിനേക്കാൾ വലിപ്പത്തിലൊരു കപ്പ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പൊ അതിന്റെ വീഡിയോവും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര വലിപ്പത്തിലൊരു കപ്പ ആദ്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ കപ്പ ഉടച്ചതാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇന്ന് രാവിലെ വീട്ടില് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. വീടിന്റെ സൈഡിൽ കൂടെ ചെറിയൊരു മതില് കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ചെറുതായി മഴ പെയ്യുണ്ടായിരുന്നു രാവിലെ. ഇപ്പൊ ഇല്ല. അപ്പൊ ഞാൻ കപ്പവട ഉണ്ടാക്കാന്ന് ആദ്യം വിചാരിച്ച്. കാരണം വൈകുന്നേരം ചായക്ക് അവർക്ക് കൊടുക്കാലോ. അപ്പൊ ഉച്ച ആകുമ്പോഴത്തേക്കും പണി തീർക്കുംന്ന് പറഞ്ഞപ്പോ ഞാൻ കപ്പ ഉടച്ചത് ഉണ്ടാക്കാ വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ. അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു കറിയുടെ ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഞാന് കപ്പ ഉടച്ചത് ഉണ്ടാക്കാം. കപ്പ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൺചട്ടിയിലാണ് ഇപ്പൊ ഇത് വേവിക്കാൻ പോണത്. സാധാരണ ഞാൻ കുക്കറില് അങ്ങനെ വിസിലടിപ്പിച്ച് അങ്ങനെയാണ് വെക്കാറ്. ഞാൻ മൺചട്ടിയിൽ വെക്കാന്ന് കരുതി. ഏതായാലും ഇതാ കപ്പയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കണില്ല. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതാ കുറച്ച് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, പച്ചമുളക്, കറിവേപ്പില, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി എല്ലാം കൂടി ഒന്ന് നമുക്ക് നമ്മൾ അവിയലിക്കൊക്കെ ഒന്ന് ചതച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ അത് ചതച്ചെടുത്തു. അപ്പോഴത്തേക്കും ഇതിവിടെ കപ്പ ഒരു 1/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറണ്ട് ഒന്ന് പോയിണ്ടായിരുന്നു ട്ടോ. അപ്പൊ എനിക്ക് വീഡിയോ അത് പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഏതായാലും ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ ഇളക്കരുത്. ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2, 3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണത് കപ്പ ഉടച്ചതാണെങ്കിലും ഇവിടെ വല്ലാതെ അങ്ങട് ഉടയ്ക്കണത് ഇഷ്ടല്ല. ഇടയ്ക്ക് കപ്പ നന്നായിട്ട് വേവും വേണം. എന്നാ അങ്ങട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ കടിക്കാനും കിട്ടണ രീതിയിലാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടില്ല. ദാ ഈ ഒരു പരുവത്തിലാവുമ്പോ ഞാൻ ഓഫാക്കി വെക്കുകയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണയില് കടുക്, ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ഒന്ന് താളിച്ചിട്ട് നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. അപ്പൊ കപ്പ ഉടച്ചത് റെഡി. ഞാനൊക്കെ കപ്പ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കും. വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടാണെങ്കിലും കട്ടൻ ചായയുടെ കൂടെ ഞാൻ കഴിക്കും. എനിക്ക് ചമ്മന്തിയോ കറിയോ ഒന്നും വേണമെന്നില്ല. പക്ഷെ വിശേട്ടനും കണ്ണനൊക്കെ ചമ്മന്തിയോ മീൻകറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉഷാറായിട്ട് കഴിക്കും. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി മീൻകറി ഉണ്ടാക്കിത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ അത് കൂട്ടിയിട്ട് കഴിക്കാലോ. പിന്നെ ചമ്മന്തി വേണമെങ്കിൽ അപ്പൊ അരയ്ക്കാന്ന് വിചാരിച്ചു. ഞാൻ ഏതായാലും കട്ടൻ ചായയും കപ്പയും കൂടിയും കഴിക്കുകയാണ്. അപ്പൊ ദേവൂട്ടനും കണ്ണനൊക്കെ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിലാണ്. അവര് അവിടുന്ന് വന്നിട്ട് കഴിക്കും. അങ്ങനെ മതിലിന്റെ പണിയൊക്കെ തീർന്നു. ഇനി തേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ മുറ്റത്തൊക്കെ ഓരോരോ എന്താ പറയാ കച്ചറ പിച്ചറ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. പണി കഴിയുമ്പോ അങ്ങനെയാണല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാനും മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാനും വേണ്ടി മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.